നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. ഒരു 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് തൊലികളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ച ചെമ്മീനാണ്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരില്ലെങ്കിൽ സുർക്കായാലും മതി. ഇത് നല്ല മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ മസാല ചേർക്കുന്നതിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ അളവെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഇനിയൊരു പാൻ ചൂടായ ശേഷം ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായി പൊരിച്ചെടുക്കാം. 1 മിനിറ്റോളം ഒരു സൈഡ് പൊരിച്ചെടുക്കാൻ വേണം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റോളം അത് പൊരിച്ചെടുക്കുക. ഇപ്പോൾ 2 സൈഡും ഒരുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ആ എണ്ണയിൽ നമുക്കിനി മസാല ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവ ചേർത്ത് കൊടുക്കാം. ഒരു 10 ഇല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. രണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 20 ചെറിയ ഉള്ളി ചെറുതാക്കി സ്ലൈസായി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ: മുളക് പൊടി 2 ടീസ്പൂൺ. മുളക് പൊടി മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് തക്കാളിയുടെ ഒരു സൈഡ് ചെറുതാക്കി അരിഞ്ഞതും മറ്റേ സൈഡ് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്, അത് ശ്രദ്ധിക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞതും ചെറുതാക്കി അരിഞ്ഞതെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. അതിനൊരു രഹസ്യമുണ്ട്, അപ്പോൾ അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പോയി നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം, തക്കാളിയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, മറക്കരുത്. തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ചെമ്മീനും മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മളിതിനകത്ത് വളരെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ടാകും. ഇനി അവസാനമായിട്ടും ചേർക്കാനുള്ള മസാല ചതച്ചെടുത്ത കുരുമുളകാണ്. പൊടി ഇട്ട് കൊടുക്കരുത്, നമ്മൾ ചതച്ചെടുത്ത് തന്നെ വേണം. ഇത് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാം. ഇതിൽ ആ സൈഡിലെ എണ്ണ തെളിഞ്ഞ് വന്നത് കണ്ടാലറിയാം സെർവ് ചെയ്യാൻ റെഡിയായി എന്നുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം മറ്റാർക്ക് കിട്ടുന്നതിന് മുന്നേ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതാണ്.